അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ എത്തിച്ചു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് എത്തിച്ചത്. ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കും. അതേസമയം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ. ഹണി റോസിന്റെ രഹസ്യ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കുമെന്ന് കൊച്ചി DCP അശ്വതി ജിജിയും പറഞ്ഞു. ജിജീഷ് കർണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, 15 മണിക്കൂറിന് ശേഷം 2 പ്രാവശ്യം വൈദ്യപരിശോധന, അതിനൊക്കെ ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിച്ചു. എന്താണ് വിവരങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു കേസിലാണ് ഇപ്പോൾ അത് കോടതിയിലേക്ക് പ്രതിയെ എത്തിക്കുന്ന, അല്ലെങ്കിൽ വ്യവസായി അറിയപ്പെടുന്നയാൾ ബോബി ചെമ്മണ്ണൂരാണ് കേസിലെ പ്രതി എന്നത് തന്നെയാണ് ആ വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്നതും. നടി ഹണി റോസിനെ തുടർച്ചയായി അപമാനിച്ചു, അവഹേളിച്ചു, സ്ത്രീത്വത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തി എന്ന ഹണി റോസിന്റെ തന്നെ പരാതിയിലായിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. അത് വയനാട്ടിൽ നിന്ന് പിടികൂടുന്നു, അതിനുശേഷം കൊച്ചിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഇന്നലെ മുഴുവൻ ചോദ്യം ചെയ്തു, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഇതിനിടയിൽ 2 തവണ, രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 തവണ കോടതിയിൽ ഹാജരാക്കി. രാത്രി 11:30 പിന്നീട് പുലർച്ചെ 5 മണിക്കും കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഏതാണ്ട് 12 മണിക്ക് ഇന്ന് ഇവിടെ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അത്തരത്തിൽ 12 മണിക്ക് മുമ്പായി രാവിലെ ആദ്യം 11 മണിക്കെന്ന് അറിയിച്ചു, പിന്നീട് 12 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചു. എന്നാൽ ഏറെ വൈകി 1 മണിയോടുകൂടി ഇപ്പോൾ ഇവിടെ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. അതിൽ വലിയൊരു പ്രതിവാദങ്ങൾ തന്നെ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ജാമ്യവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും. കാരണം പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ മനഃപൂർവ്വം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളാണ് ഈ ഒരു പരാതിക്ക് ആസ്പദമായിട്ടുള്ളത്. അത് യാദർച്ഛികമായി നടത്തിയ പരാമർശങ്ങളല്ല, കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ നടത്തിയിട്ടുള്ള സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള സംസാരമടക്കമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇതിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം BNS പ്രകാരമുള്ള വകുപ്പ് 75-ലെ 1-4 ഉപവകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ഒപ്പം തന്നെ IT ആക്ടിലെ 67 പ്രകാരം പോലീസ് കേസെടുത്തത്. അങ്ങനെ 2 നിർണായകമായ വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതിക്കെതിരെ ഉള്ളത്. എന്നാൽ അല്പസമയം മുമ്പ്, ഇതിനു മുമ്പായി ACP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലധികം വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി അതിലധികം വകുപ്പുകൾ ചുമത്താമെന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിലിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, എന്നാൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ ചില ആരോപണങ്ങൾ ചോദ്യം ചെയ്യലിൽ നടിക്കെതിരെ ഉയർത്തിയിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, ചില പ്രൊമോഷൻ ലക്ഷ്യങ്ങളോടുകൂടി തന്റെ സിനിമയുടെ പ്രൊമോഷൻ ലക്ഷ്യത്തിന് വേണ്ടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാണ് ഹണി റോസ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഏതെങ്കിലും തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന ഒരു പരാമർശവും ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. പകരം തനിക്കെതിരെ തെറ്റായ കാര്യങ്ങളാണ് പരാതി നൽകുകയായിരുന്നു നടി എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത് യാദർച്ഛികമായി പറഞ്ഞ ഒരു കാര്യമാണ്, കരുതിക്കൂട്ടി താൻ ഒരു കാര്യവും ആർക്കെതിരെയും പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായും നിരവധി തവണ ഇത്തരത്തിൽ പല സ്ത്രീകൾക്കെതിരെയും മോശമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതിനിടയിലാണ് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഹണി റോസ് തന്നെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ 20ഓളം യൂട്യൂബർമാരിലേക്ക് കൂടി അന്വേഷണം എത്തിയിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, തംബ്നെയിലുകൾ രൂപപ്പെടുത്തുമ്പോൾ അവിടെ പ്രധാനമായും ചില മോശം ചിത്രങ്ങൾ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ ചില മോശം വാചകങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിൽ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ചില വാചകങ്ങൾ, വാക്യങ്ങളെല്ലാം തന്നെ ഈ തംബ്നെയിലിന്റെ മുകളിൽ എഴുതി ചേർത്തു. മാത്രമല്ല, പല ഘട്ടങ്ങളിലും അത് തനിക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല, പല സ്ത്രീകൾക്കുമുള്ള അനുഭവമാണ്. നടന്നു പോകുമ്പോൾ ചില ദൃശ്യങ്ങൾ പകർത്തുന്നു, ചില ഫോട്ടോകൾ പകർത്തുന്നു. അതിൽ ഏറ്റവും മോശം ആംഗിളുകളിലുള്ള ചില പടങ്ങൾ മാത്രം മുന്നിലേക്ക് വെക്കുന്നു. തംബ്നെയിൽ എന്ന പേരിൽ അത് മുന്നിലേക്ക് വെച്ച് ആ ചിത്രങ്ങൾ വെച്ച് അവഹേളനപരമായ, ആക്ഷേപകരമായ ചില കാര്യങ്ങൾ നടത്തുന്നു എന്നത് തന്നെയായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 20ഓളം യൂട്യൂബർമാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ അപേക്ഷ. ഇന്നലെ വയനാട്ടിൽ നിന്ന് കൊച്ചിയിൽ കൊണ്ടുവന്ന സമയത്തും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇന്ന്
മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്നുണ്ട്, മാപ്പ് പറയുമോ ബോച്ചെ എന്ന് പറയുമ്പോഴും വീണ്ടും ആവർത്തിക്കുന്നത് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ ശക്തമായ ഒരു വാദപ്രതിവാദം ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. രജനി, തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഒരു ഘട്ടത്തിലും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. താൻ ബോധപൂർവം ഏതെങ്കിലും തരത്തിൽ സ്ത്രീയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഇവിടെ അത് നടി ഹണി റോസിനെതിരെയാണെങ്കിലും മറ്റ് താരങ്ങൾക്കെതിരെയാണെങ്കിലും മറ്റു സ്ത്രീകൾക്കെതിരെയാണെങ്കിലും ഒരു ഘട്ടത്തിലും തന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. ബോധപൂർവമായത് യാദൃശ്ചികമായി പറഞ്ഞുപോയ അല്ലെങ്കിൽ സാങ്കല്പികമായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പരാമർശങ്ങളിൽ പിടിച്ചുകൊണ്ട് തനിക്കെതിരെ പരാതി നൽകുകയായിരുന്നു. അത് 3-4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ തുടർ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അത് ഏറെ സംശയകരമാണ്, ഏറെ ദുരുദ്ദേശപരമാണ്. അതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ സിനിമയുടെ ചില പ്രൊമോഷന്റെ ഭാഗമായി അത്തരം സിനിമയുടെ പ്രൊമോഷൻ സമയങ്ങളിൽ നിറഞ്ഞു നിൽക്കുക മാധ്യമങ്ങളിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയത് എന്ന കാര്യമാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും പ്രധാനമായും പ്രതിഭാഗത്തിന്റെ വാദങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കൽ മാത്രമല്ല, നേരത്തെയും സമാനമായ നിരവധി പരാതികൾ പല ഘട്ടങ്ങളിൽ പല സ്ത്രീകൾ നൽകിയിട്ടുണ്ട്. ചിലത് അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ചർച്ചകളിലൂടെ അവസാനിപ്പിച്ചിട്ടുള്ള ചില പരാതികളുണ്ട്. അത്തരത്തിൽ നിരവധി തവണ മുമ്പും കുറ്റം ആവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യാദൃശ്ചികമായോ ഒറ്റപ്പെട്ടതായോ ഈ സംഭവത്തെ കാണേണ്ടതില്ല. പരമാവധി അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇളവ് അനുവദിക്കാൻ കഴിയില്ല. കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട ഒരു പശ്ചാത്തലം മാത്രമാണ് ഉള്ളത്. മറിച്ച് ഏതെങ്കിലും വകുപ്പുകൾ കുറയ്ക്കുക, ഇളവ് ചെയ്യുക എന്നതല്ല. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരം 75 ഉപവകുപ്പുകൾ 1-4 പ്രകാരം തങ്ങൾക്ക് കേസെടുക്കേണ്ടി വന്നത്, കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടി വന്നത്. അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് IT ആക്ട് പ്രകാരം 67 വകുപ്പ് പ്രകാരം കേസെടുത്തത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പുകൾ നിലനിൽക്കുന്നതാണ്. ഈ വകുപ്പുകൾ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്, മൊഴികളിൽ വ്യക്തമായതാണ്. മാത്രമല്ല ചില ഡിജിറ്റൽ തെളിവുകൾ, അത് പ്രതിക്കെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയായി മാറുന്നതാണ്. ആ ഡിജിറ്റൽ തെളിവുകൾ തങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനകൾ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഐഫോണിന്റെ പരിശോധന. ഐഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഡിജിറ്റൽ സൈബർ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ സൈബർ ഫോറൻസിക് പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ നിരന്തരമായിട്ടിരുന്ന അശ്ലീലമായ കമന്റുകൾ, പരാമർശങ്ങൾ അത് ഡിലീറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ അവിടെ കസ്റ്റഡി അപേക്ഷ ചോദിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം 3 മണിക്കൂറിലധികം വിശദമായി ഇന്നലെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 7:05 കൂടിയാണ് ഇവിടെ എത്തിച്ചത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷവും നീണ്ട ചോദ്യം ചെയ്യലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 11:30 മാത്രമാണ് ആദ്യം മെഡിക്കൽ പരിശോധനയ്ക്കായി ഹാജരാക്കിയത്. മെഡിക്കൽ പരിശോധന നടക്കുന്ന ആ സമയം അത്രയും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം വിശ്രമം അനുവദിച്ചു. പിന്നീട് രാവിലെ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് കടന്നു. ഈ 1 മണിക്ക് ഹാജരാക്കുന്നത് വരെയും ACPയുടെ നേതൃത്വത്തിലും CIയുടെ നേതൃത്വത്തിലും എല്ലാം തന്നെയുള്ള ചോദ്യം ചെയ്യലുകൾ വിശദമായി തന്നെ നടന്നിട്ടുണ്ട്. DCP അടക്കം ചില ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ നേരിട്ട് മേൽനോട്ടം അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു കാഴ്ചയും കണ്ടു. കാരണം ഈ ഒരു കേസിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് നിരവധി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സമാന വിഷയമാണ്. നിരവധി സ്ത്രീകൾ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളനത്തിന് പല ഘട്ടങ്ങളിലും സ്ത്രീകൾ ഇരകളാകുന്നുണ്ട്. അത് സമൂഹത്തിലെ അറിയപ്പെടുന്ന ആളുകളിൽ നിന്നാണെങ്കിലും അതല്ല സാധാരണക്കാരിൽ നിന്ന് പോലും ഇത്തരത്തിൽ നിരന്തരം അവഹേളന പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഒരു തുടർച്ച എന്ന നിലയിലാണ് പിന്നീട് 10-30 പേർ ഇത്തരത്തിൽ മോശം പരാമർശങ്ങൾ, മോശം കമന്റുകളെല്ലാം തന്നെ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ തുടർച്ചയായി ഇട്ടത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു മറുപടി കൂടി നടി നൽകുകയും ചെയ്തിട്ടുള്ളത്. അത് രാഹുൽ ഈശ്വറിനെതിരെയാണ് അത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അടക്കം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വിവാദമായ ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ വിവാദമായ കേസെടുക്കുന്നതിലേക്ക് നയിച്ച കാര്യങ്ങൾ പ്രധാനമായും ബോബി ചെമ്മണ്ണൂർ പറയാൻ
കാരണം ആ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് എന്നെല്ലാമായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ രൂക്ഷമായി വിമർശിച്ച് തന്നെയായിരുന്നു ഹണി റോസ് രംഗത്ത് വന്നത്. എന്നാൽ അതിൽ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വർ നൽകിയ മറുപടി എന്ന് പറയുന്നത് താൻ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. വസ്ത്രധാരണ രീതി നന്നായിരിക്കണം, അത് താനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അവരുടെ വാദങ്ങളെ താൻ ഖണ്ഡിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ വാദങ്ങളെ താൻ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഈശ്വർ. അങ്ങനെ നീണ്ട വിവാദങ്ങൾ, നീണ്ട വാദപ്രതിവാദങ്ങൾ എല്ലാം തന്നെ നടക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതും തുടർ നടപടികളുമായി പോയിരിക്കുന്നതും. ഇവിടെ ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാലിനും നട്ടലിനും പരിക്കുണ്ട്. ഒപ്പം തന്നെ 2 ദിവസം മുമ്പ് വീണതിനെ തുടർന്നാണ് പോലീസിന്റെ കാര്യത്തിൽ പോലീസിനോട് ഏതെങ്കിലും തരത്തിൽ പരാതി ഇല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. കാരണം നേരത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്തും അത് തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് പ്രകാരം കോടതിയിലെ വാദം തുടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. തനിക്ക് അനാരോഗ്യങ്ങൾ ഉണ്ട്, 2 ദിവസത്തിന് മുൻപ് വീണതാണ്, പോലീസിനോട് തന്നെ അറസ്റ്റ് ചെയ്തതിൽ പരാതിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. രജനി, ഇപ്പോൾ കേസിന്റെ നടപടികൾ, വാദങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ്. അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. അവിടെ തന്റെ പ്രശ്നങ്ങൾ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന ഒരു വിവരങ്ങൾ ലഭിക്കുന്നു. എന്നാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പ്രതി അല്ലെങ്കിൽ താങ്കൾ ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. മുമ്പും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഈ ഒരു ഘട്ടത്തിൽ കോടതി അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ആ കേസ് ഇപ്പോൾ പരിഗണിച്ചു മുന്നോട്ട് പോകുന്നു കോടതി. ഒരു നീണ്ട പ്രതിവാദങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ കേസ് നീളുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ പോകും. 1:30 കോടതിയുടെ ഇടവേളയാണ്. ആ ഇടവേള സമയത്ത് അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഇടവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പായി തന്നെ ആ വാദപ്രതിവാദങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും ഈ പരിക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് കാലിനും നട്ടലിനും സംഭവിച്ചിട്ടുള്ള പരിക്കിനെ സംബന്ധിച്ചാണ്. പോലീസിനോട് പരാതിയില്ല, അല്ലെങ്കിൽ പോലീസ് മർദ്ദിച്ചിരുന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ, പോലീസ് എങ്ങനെയാണ് പെരുമാറിയത് എന്നെല്ലാമുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കോടതി ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പോലീസിനോട് തനിക്ക് പരാതി ഇല്ല എന്ന കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവിടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ള സമാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ എല്ലാവരെയും, അത് സാധാരണ സ്ത്രീകളാണെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ താരങ്ങളടക്കമുള്ള ആളുകളാണെങ്കിലും അവരെല്ലാം ഒരുപോലെ അവഹേളിക്കുന്ന, ഒരുപോലെ അപമാനിക്കുന്ന നിരവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകൾക്കൊരു പാഠമാകണം. അത്തരമൊരു ആളുകൾ ഇത്തരം കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഓരോ നടപടിയായിരിക്കണം, അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരു പാഠമാകുന്നതായിരിക്കണം ഈ നടപടി എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത്. ജാമ്യ ഹർജിക്കെതിരെ പോലീസ് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. ജാമ്യ ഹർജിക്കെതിരെ ഏറ്റവും കടുത്ത നിലപാടിൽ നിൽക്കുന്നു. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടിലേക്ക് പോയിരിക്കുന്നു. അതായത് സാധാരണഗതിയിൽ ഈ കേസിന്റെ മറ്റ് വശങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ചില ഘട്ടങ്ങളിലെല്ലാം പോലീസ് ജാമ്യ ഹർജിയെ എതിർക്കാതിരിക്കുന്ന ഒരു സമീപനമുണ്ട്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, ജാമ്യ ഹർജിക്കെതിരാണ് തങ്ങളുടെ നിലപാട് എന്ന കാര്യം അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ കാര്യം തീർച്ചയാണ്. കാരണം അല്പസമയത്തിന് മുൻപായിരുന്നു ഈ കൊച്ചി DCP അശ്വതി ജിജിയുടെ വാക്കുകൾ. അത് കാരണം പറയേണ്ടത് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസാണ് ആദ്യമായിട്ടൊരു പരാതി നൽകിയെങ്കിലും ഇനിയും ഇദ്ദേഹത്തിനെതിരെ പരാതികൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ രാത്രി ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ പരിശോധിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തണം, അതിനു വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കസ്റ്റഡിയിൽ വാങ്ങണം, കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നടത്തണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോലീസ് ഉറച്ച നിലപാടിൽ തന്നെയാണ് കോടതിയിൽ നിൽക്കുന്നതും.
രജനി, തീർച്ചയായും അതുതന്നെയാണ് നേരത്തെ ACP ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂർ പറയുന്നത് പോലെ യാദൃശ്ചികമായി പ്രത്യേക സാഹചര്യത്തിൽ പലവിധ പരാമർശങ്ങൾ നടത്തുമ്പോൾ ആ പരാമർശങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു പരാമർശമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ആസൂത്രിതമാണ്. അത്തരം ഒരു വാക്ക് പറയണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങൾ മുമ്പും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, പല ദ്വയാർത്ഥ പ്രയോഗങ്ങളും. ജിജീഷ്, പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, ഗൗരവമുള്ള കുറ്റമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നതെന്ന്. തീർച്ചയായും നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ACP സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ വാദങ്ങളിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അതിഗൗരവമുള്ള ഒരു കുറ്റമാണ് എന്നത് തന്നെയാണ് പറയുന്നത്. കാരണം അതിന്റെ കുറ്റത്തിന്റെ ഗൗരവം ഒരു കാരണവശാലും കുറച്ചു കാണാൻ കഴിയില്ല. കുറ്റം അതീവ ഗൗരവമാണ്. അതിനെ ന്യായീകരിക്കാനോ അതിനെ നിസാരവൽക്കരിക്കാനോ പ്രതിഭാഗം ശ്രമിക്കരുത് എന്നൊരു വാദമാണ് പ്രധാനമായും അവിടെ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ ന്യായവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് പ്രതിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ അവരുടെ നിലപാടുകൾ ശക്തമായി ഉയർത്തുന്നത്. ആരോപണം വ്യാജമെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിക്കുന്നു. ആരോപണം വ്യാജമെന്ന് വാദിക്കുമ്പോൾ അത്തരത്തിൽ തെളിവുകൾ സഹിതമാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് ഡിജിറ്റൽ തെളിവുകൾ മുന്നിലുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുമ്പോൾ അതിനെ വ്യാജമെന്നെങ്ങനെ പറയാൻ കഴിയും? ആരോപണം വ്യാജമെന്ന വാദങ്ങൾ പൂർണ്ണമായും തന്നെ രാമൻപിള്ളയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ശക്തമായ ഒരു വാദപ്രതിവാദങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അവിടെ എന്ന് മനസ്സിലാകും. കാരണം നിർണായകമായ ഒരു കേസാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് ജാമ്യം കിട്ടുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആ കേസിന്റെ ഒരു ഗൗരവം കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ തുടർ നടപടികളിലെ ഒരു വീഴ്ചയായോ എല്ലാം വിവക്ഷിക്കപ്പെടാം എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യതകളെ ഇല്ലാതാക്കാൻ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വാദങ്ങൾ ഉണ്ടാകുന്നു. മറുഭാഗത്ത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഏറ്റവും പ്രശസ്തരായ അഭിഭാഷകരെ തന്നെ, രാമൻപിള്ള അടക്കമുള്ള ആളുകളെ തന്നെ അഭിഭാഷകരായി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വാദങ്ങൾ മുന്നിൽ നിർത്തുന്നു. അവർ പ്രധാനമായും അത്തരം കാര്യങ്ങൾ പറയുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്നാണ് പ്രതിഭാഗം പറയുന്നത്. ഈ സമയത്ത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷനും പറഞ്ഞിരിക്കുന്നു. ആലക്കാട്ടെ പരിപാടിയുടെ ദൃശ്യങ്ങൾ ആണെന്ന് പ്രതിഭാഗം, വീഡിയോ കാണേണ്ടതില്ലെന്ന് മജിസ്ട്രേറ്റ്, ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്ന് പ്രതിഭാഗം. അങ്ങനെ വാദങ്ങൾ ശക്തമായി തന്നെ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഹാജരാക്കാം. ഈ പറയുന്ന തരത്തിലുള്ള ഒരു പരാമർശവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് തെളിവുകൾ തന്നെയാണ് തങ്ങളുടെ കൈവശമുള്ള ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പരാമർശവും ഉണ്ടാകുന്നില്ല. പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ, കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ പുരാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തങ്ങളുടെ വാചകങ്ങളിൽ അവിടെ ഉൾപ്പെടുത്തി അതിന് മറ്റൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പ്രധാനമായും പറയുന്നു. എന്നാൽ ഈ സമയത്ത് ഈ ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്നുള്ള ഒരു വാദത്തെ അനുവദിക്കേണ്ടതില്ല എന്ന കാര്യം പ്രോസിക്യൂഷനും വാദിക്കുന്നു. അത് ആലക്കോട്ടെ പരിപാടിയുടെ, കാരണം അവിടെ വെച്ചാണ് തുടക്കം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് അവിടെ വെച്ച് നടത്തിയ പരാമർശമാണ്. പിന്നീട് ആ പരാമർശം പല ഘട്ടങ്ങളിലും തനിക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടെ തുടർന്നു എന്ന കാര്യമായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ കാര്യം അത് ദൃശ്യങ്ങളായി തന്നെ മുന്നോട്ട് വെക്കണമെന്ന് പറയുന്നു. എന്നാൽ വീഡിയോ കാണേണ്ടതില്ല എന്ന് മജിസ്ട്രേറ്റ് കൂടി ഒരു തീരുമാനം ഈ ഒരു ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. കാരണം ഇത് ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയമാണ്. അവിടെ ഈ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല എന്നത് തന്നെയാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന കാര്യം കാണിക്കുന്നു. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, സാധാരണഗതിയിൽ കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് നിലവിൽ ചുമത്തപ്പെട്ടുള്ളത്. സമാനമായ വകുപ്പ് ജിജീഷിലേക്ക് എത്താം. ഇപ്പോൾ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ വാദങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രതിഭാഗം ശക്തമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം മജിസ്ട്രേറ്റും കാര്യങ്ങൾ പറയുന്നത് കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് പോലീസ്. വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.